ഹലോ, ഇന്ന് നമ്മൾ സോളോ ഡേറ്റിന് പോവാണ്. അതും ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഒരു ബീച്ചില്. അപ്പോ ഞാൻ ഓട്ടോ ചേട്ടനോട് റൂട്ടൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചു. ഒറ്റക്കാണല്ലോ പോകുന്നത്. ഓട്ടോ ചേട്ടനാണെങ്കിൽ ഫസ്റ്റ് ബസ്സിൽ കയറ്റി വിടുകയും ചെയ്തു. ഈ ബസ്സിലാണെങ്കിൽ ആദ്യം വന്നത് ഞാനും തന്നെ. ഈ ബസ് കയറി അത് കഴിഞ്ഞൊരു ബോട്ടും കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ബീച്ചിൽ എത്താൻ വേണ്ടി. അപ്പൊ ഞാൻ ബസ്സിൽ കയറിയപ്പോ ഫുള്ള് പാട്ടൊക്കെ ഇട്ട് ഞാൻ ആ പാട്ടൊക്കെ കേട്ട് ഞാൻ തന്നെ ഏതോ സിനിമയിലെ നായികയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഫുൾ എൻജോയ് ചെയ്ത് അങ്ങനെ പാട്ടൊക്കെ കേട്ട് 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 കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തിയപ്പോ തന്നെ മനസ്സിലായി ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന്. അടിപൊളിയായിട്ട് ഏതോ ഒരു ഐലൻഡിലൊക്കെ പോകുന്നത് പോലെയാണ് ഞാൻ നടന്നു വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബോട്ട് എടുത്ത് നമ്മളെ ബോട്ട് നമ്മൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഞാനതൊന്ന് ലാസ്റ്റ് ആയിട്ട് വന്നത്. എന്നിട്ട് നമ്മൾ നേരെ ബോട്ടിലൊരു റൈഡായിരുന്നു. അടിപൊളിയായിരുന്നു. ലൈക്ക് ഒരിക്കലെങ്കിലും സോളോ ഡേറ്റ് പോവാത്തവര് സ്വന്തമായിട്ട് ട്രാവൽ ചെയ്ത ഒരു സ്ഥലത്തൊക്കെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ആ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോ എനക്ക് നമ്മളെ ചാർലിയിലെ ടെസ്സന്റെ ലൈഫൊക്കെ ഓർമ്മ വന്നേ. ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് എവിടെയും പോവാം, അടിപൊളി ഒരു ഫീലാണത്. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ നമ്മളുടെ സ്ഥലത്തേക്ക് എത്തി തുടങ്ങി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഈവനിങ് ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു അടിപൊളി വൈബായിരുന്നു. അവിടെ പൂച്ചേനൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഫുള്ള് പൈൻ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേയേറെ എക്സാം പ്രഷറിലിരിക്കുന്ന എന്റെ മൈൻഡിന് എന്തായാലും വേണ്ട ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. അത്രയ്ക്ക് പീസ്ഫുൾ ആയിരുന്നു. മൈൻഡ് ഇങ്ങനെ ഔട്ട് ആവുമ്പോൾ ഇടയ്ക്ക് നമ്മൾ തന്നെ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആരും ഇല്ലെങ്കിൽ എന്താ, ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് പോയി എൻജോയ് ആക്കുക. ഒരുപാട് അങ്ങ് പ്രശ്നം കൂടുമ്പോൾ ഒരു ലോങ് ബ്രെഡ് എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളതന്നെ നമുക്ക് എല്ലാവർക്കും. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ആ ഒരു വൈബ് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. എൻ്റെ ജേർണൽ എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ ജേർണലിന്റെ ഫസ്റ്റ് പേജ് ഞാൻ എഴുതി തീർത്തത് ഈ ബീച്ചിന്റെ സൈഡിൽ ഇരുന്നിട്ടാ. എന്നിട്ട് ഞാൻ പിന്നെ പയ്യെ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ച് ആ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി നേരെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു.